ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സോണി, ആയുർവേദ ഡോക്ടറാണ്. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഷോർട്ട് വീഡിയോയിൽ കണ്ടു കാണും, ഇന്ന് ഭൂരിഭാഗം ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് യൂറിക് ആസിഡും അതിനോടനുബന്ധിച്ചിട്ടുണ്ടാവുന്ന ജോയിന്റ് പെയിനും നീരും. അത് മാത്രമല്ല, വേറെയും പല പ്രശ്നങ്ങളുണ്ട് യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ. യൂറിക് ആസിഡിന്റെ ലെവല് ഒരു 10-11 എത്തിയിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് ജോയിന്റ്സിന്റെ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മെയിൻലി അത് ബ്ലഡ് വെസൽസിനെ ആയിരിക്കും അഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സ്ട്രോക്ക് പോലെയുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാം. അപ്പം യൂറിക് ആസിഡ് ഒരു ചെറിയ പ്രശ്നമല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കി കറക്റ്റ് സമയത്ത് അതിനെ ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർ പറയുന്നത്, ഞാനും നേരത്തെ അങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, കാരണം യൂറിക് ആസിഡ് വരുമ്പോഴത്തേന് യൂറിക് ആസിഡ് ഉണ്ടാക്കുന്നത് അഗ്രവേറ്റ് ചെയ്തതായിട്ടുള്ള പ്രോട്ടീൻ ഫുഡ്സ് ഒഴിവാക്കാനായിട്ട് പറയും ഭക്ഷണത്തിൽ നിന്ന്. അതായത് മീൻ കഴിക്കാം, മീൻ ആഹാരത്തിൽ നിന്ന് കുറയ്ക്കണം, ബീഫ് പോലെയുള്ള കാര്യങ്ങൾ കുറയ്ക്കണം, പിന്നെ പയറ് വർഗ്ഗങ്ങൾ, കടലയൊന്നും തുടരുത്, നട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കൂ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൂടാതെ തന്നെ യൂറിക് ആസിഡിന്റെ മരുന്ന് കഴിക്കാൻ പറയും. പക്ഷെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഒരാഴ്ച ഒന്ന് മരുന്ന് നിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ യൂറിക് ആസിഡിന്റെ ലെവല് പഴയതുപോലെ തന്നെ കൂടി വരുന്നതായിട്ട് കാണാം. അതായത് നമുക്കപ്പോൾ ഒരിക്കലും ഈ മരുന്ന് നിർത്താൻ പറ്റില്ലേ, അതുപോലെ നമുക്ക് ഈ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ലേ, ഇതൊക്കെയായിരുന്നു എൻ്റെയും ഡൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ യൂറിക് ആസിഡ് കൂട്ടുന്ന ഭക്ഷണം എന്ന് പറയുമ്പോഴത്തേന് നമുക്കറിയാം പ്രോട്ടീനാണ് അല്ലേ. പ്രോട്ടീൻസ് എന്ന് പറയുമ്പോഴത്തേന് ഈ പയറ് വർഗ്ഗങ്ങളിലും മീനിലും അതുപോലെ തന്നെ ബീഫിലും ഒക്കെ മെയിൻ ആയിട്ടുള്ള അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ പ്യൂരീൻസ് ആണ്. ഈ പ്യൂരീൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ്. പ്യൂരീൻ ഡൈജഷൻ കഴിഞ്ഞ് അത് കഴിഞ്ഞ് വരുന്ന ബൈ പ്രോഡക്റ്റ് ആണ് ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്യൂരീൻ്റെ ഡൈജഷനും മെറ്റബോളിസം ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നത് എവിടെയാണ്? ലിവറിലാണ് ഇത് നടക്കേണ്ടത്. അപ്പൊ നമ്മുടെ ലിവറിന്റെ ഫങ്ഷൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിന്റെ ഡൈജഷൻ ശരിയായിട്ട് നടക്കത്തില്ല. അത് യൂറിൻ വഴി യൂറിക് ആസിഡ് പുറത്തേക്ക് പോവില്ല, അത് ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് അത് പിന്നെ ജോയിന്റ്സിലേക്കൊക്കെ അതിന്റെ അക്യുമുലേഷൻ വരും. ഇതാണ് ശരിക്കും യൂറിക് ആസിഡ് കൂടുതലുള്ളവരിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ലിവറിന്റെ ഫംഗ്ഷൻ പ്രോപ്പർ ആണോ എന്നുള്ളതാണ്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലിവറിന്റെ അബ്ഡോമിനൽ സ്കാൻ എടുത്തിട്ട് ലിവർ ഫംഗ്ഷൻ നോക്കാവുന്നതാണ്. ഫാറ്റി ലിവർ ഉണ്ടോ എന്നുള്ളത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ ഈ ഡൈജഷൻ പ്രശ്നമുള്ളവർ കാണും, സീലിയാക് ഡിസീസ് പോലെയുള്ള കണ്ടീഷൻ ഉള്ളവർ കാണും. അപ്പൊ അവർക്ക് ഗ്ലൂട്ടൻ അടങ്ങിയ ആഹാരങ്ങളോടും സെൻസിറ്റിവിറ്റി കാണും. ഇപ്പം തൈറോയിഡിന്റെ ആന്റിബോഡി കൂടുതലുള്ള ആൾക്കാർ, അതായത് ടി പി ഒ ആന്റിബോഡി, ആന്റി ടി ജി ആന്റി ടി പി ഒ നോക്കുമ്പോൾ കൂടുതൽ ബ്ലഡിൽ കാണുന്നവർ, അതുപോലെ തന്നെ യൂട്രസിൽ ഫൈബ്രോയിഡ് ഉള്ളവർ, ഇങ്ങനെയുള്ള ആൾക്കാരിൽ മിക്കവാറും പേരിലും ഈ ഗ്ലൂട്ടനോട് സെൻസിറ്റിവിറ്റി കാണും. അപ്പൊ അങ്ങനെ ഉള്ളവർ ഈ വീറ്റ്, അതുപോലെ തന്നെ മൈദ അടങ്ങിയ പെറോട്ട, ബിസ്ക്കറ്റ്, ബ്രെഡ്, ബണ്ണ്, കേക്ക് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആയുർവേദം അനുസരിച്ച് പറയുമ്പോഴും ഇതൊരു ആമാവസ്ഥയാണ്. അതായത് ആമം എന്ന് പറഞ്ഞാൽ ടോക്സിൻ, അതായത് നമ്മുടെ ബോഡിയിൽ വേണ്ടാത്ത വേസ്റ്റ്, നമ്മുടെ യൂറിനിൽ കൂടെ പോകേണ്ട വേസ്റ്റ് ആണല്ലോ യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. അത് ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേനും വേസ്റ്റ് ടോക്സിൻസ് അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുക എന്നുള്ളതാണ്. അപ്പം അതിനെയാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പൊ അതിന് പാചനം, ദീപനം, സ്രോതോശോധനമായിട്ടുള്ള കാര്യങ്ങൾ. പാചനം എന്ന് പറയുമ്പോൾ ലിവർ ഫംഗ്ഷൻ നമ്മൾ പ്രോപ്പർ ആക്കുക. ലിവർ ആണല്ലോ ഡൈജഷനും മെറ്റബോളിസും എല്ലാം നടക്കുന്നത്. അപ്പൊ അത് പ്രോപ്പർ ആക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫാറ്റി ലിവർ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, മില്ലറ്റ് ഫുഡ്സ് നമ്മൾ ആഹാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് നല്ലതാണ്. അരി ആഹാരങ്ങൾ കുറച്ച് കുറയ്ക്കുക എന്നുവെച്ചാൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കാനല്ല ഞാൻ പറയുന്നത്. ഉച്ചയ്ക്കൊക്കെ നിങ്ങൾക്ക് ചോറ് കുറച്ചും വെജിറ്റബിൾസും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ മുട്ടയും ഇതൊക്കെ എടുക്കാവുന്നതാണ്. ഇന്നവർക്ക് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് ചാമേരി എന്ന് പറയുന്ന ലിറ്റിൽ മില്ലറ്റ്, അത് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല. ഏകദേശം നമ്മുടെ അരി കൊണ്ടുണ്ടാക്കുന്ന ദോശ, ഇഡലി പോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് നമ്മൾ മറ്റേ പച്ചരിയൊക്കെ ഉപയോഗിച്ച് എങ്ങനെയാണോ അരയ്ക്കുന്നത് ആ സെയിം അളവിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ചാമേരി. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സാമ്പാറും അതുപോലെ തന്നെ ചട്നിയൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ സാലഡ്, വെള്ളരിക്ക, അതുപോലെ കുമ്പളങ്ങയൊക്കെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മത്സ്യങ്ങളിൽ അയല, ചൂര പോലെയുള്ള സാധനങ്ങൾ, പിന്നെ
നമ്മുടെ ഷെൽ ഫിഷസ് ഉണ്ടല്ലോ, ഈ കൊഞ്ച്, കക്ക, കണവ എന്നൊക്കെ പറയുന്നത്, ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളൊന്ന് ഒഴിവാക്കുക. പപ്പായ, പേരയ്ക്ക, തണ്ണിമത്തൻ ഇതുപോലെയുള്ള ഫ്രൂട്ട്സ്, ആപ്പിൾ ഒക്കെ നിങ്ങൾക്ക് ഡെയിലി കഴിക്കാം. വറുത്ത് പൊരിച്ച ബേക്കറി സാധനങ്ങളുണ്ടല്ലോ, വറുത്ത് പൊരിച്ച ഐറ്റംസ്, ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ കഴിവതും ഒഴിവാക്കുക. കംപ്ലീറ്റ്ലി ഒഴിവാക്കിയാൽ ഏറ്റവും നല്ലത്. പിന്നെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന മധുര പലഹാരങ്ങൾ, അത് ഡയറക്റ്റ് ആയിട്ട് ഷുഗേഴ്സ്, ഇതിലൊക്കെ എന്ന് പറയുന്നത് ഹൈ ഫ്രക്ടോസ് കോൺസെപ്റ്റ് പോലെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ലിക്വിഡ് ഗ്ലൂക്കോസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഡയറക്റ്റ് ഷുഗർ ചെല്ലുന്ന കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. മധുര പലഹാരങ്ങളും പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കേക്കും ബിസ്ക്കറ്റും ബ്രെഡും ബണ്ണും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ബ്രെഡ് കഴിക്കുകയാണ്, അതിന്റെ കൂടെ ചീസൊക്കെ ചേർത്ത് നിങ്ങൾക്ക് ഒരു ബ്രെഡൊക്കെ കഴിക്കാം. അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾ ധാരാളം വെജിറ്റബിൾസും കൂടെ എടുക്കുക. സാലഡ് കുക്കുംബർ എടുക്കുക. സാലഡ് കുക്കുംബറും നിങ്ങൾക്ക് ടൊമാറ്റോയും ഒക്കെ ചേർത്തിട്ട് ഇതാക്കി കഴിക്കാം. കുറച്ച് കുരുമുളകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കഴിക്കാം. അതുപോലെ മദ്യം കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. ബാക്ടീരിയ ശരീരത്തിൽ അമിതമായിട്ട് കൂടിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങളുള്ളവര്, സീലിയാക് ഡിസീസ് പോലെയുള്ള കണ്ടീഷൻ ഉള്ളവര്, അപ്പൊ അവരൊക്കെ അതിനുള്ള ട്രീറ്റ്മെന്റ് ആണ് എടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറിക് ആസിഡിന്റെ ലെവലിൽ മാറ്റം. നമ്മുടെ ബോഡിയിലെ DNA എന്ന് പറയുന്നത് തന്നെ പ്യൂരിൻസ് ആണ് അല്ലെ. ഇപ്പൊ അഡിനിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ എന്ന് പറയുന്ന ന്യൂക്ലിയോടൈഡ് കൊണ്ടാണ് നമ്മുടെ DNA ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതും പ്യൂരിൻസ് ആണ്. അപ്പൊ ഇതിന്റെ ബ്രേക്ക് ഡൗൺ വരുന്നതും ദിവസം ഒരുപാട് DNAs ഡാമേജ് ആയിട്ട് ബ്രേക്ക് ഡൗൺ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ബ്രേക്ക് ഡൗണിൽ കൂടെ വരുന്നതും ഈ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള യൂറിക് ആസിഡ് ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ ലിവറിന്റെ ഫംഗ്ഷൻ പ്രോപ്പർ ആയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ബ്ലഡിൽ യൂറിക് ആസിഡ് കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ലിവർ ഫംഗ്ഷൻ ആദ്യം പ്രോപ്പർ ആക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം. ഹൈഡ്രേറ്റ് ഫുഡൊക്കെ കുറച്ച് ഫാറ്റി ആയിട്ടുള്ള മധുര പലഹാരങ്ങളും ഫ്രൈഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാറ്റി ലിവർ കുറയ്ക്കാനായിട്ട് പറ്റും. ലിവറിന്റെ ഫംഗ്ഷൻ നോർമൽ ആക്കാനായിട്ട് പറ്റും. അതിൽ കൂടെ നിങ്ങൾക്ക് യൂറിക് ആസിഡിന് ഒരു പെർമനന്റ് സൊല്യൂഷൻ കിട്ടുകയും ചെയ്യും. അതിനോടൊപ്പം നിങ്ങൾ യൂറിക് ആസിഡിന്റെ മരുന്ന് കൂടെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും പതിയെ നിങ്ങൾക്ക് ആ മരുന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പോലെയുള്ള വ്യായാമങ്ങൾ, അതുപോലെ ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസുകൾ നിങ്ങളുടെ ജീവിതചര്യയുടെ ഒരു ഭാഗമാക്കി മാറ്റുക. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മീനായാലും ബീഫായാലും ചിക്കനായാലും മുട്ടയായാലും ഒക്കെ തന്നെ നിങ്ങൾക്ക് അത് കഴിക്കേണ്ടുന്ന അളവിൽ ഒരുപാട് എണ്ണ ചേർത്ത് ഫ്രൈ ചെയ്തൊന്നും കഴിക്കാതെ നോർമലായിട്ട് നിങ്ങൾക്ക് അത് കറി വെച്ചും ഒക്കെ കഴിക്കാവുന്നതാണ്.